വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നോമ്പുകാല ദിനങ്ങളിൽ നമുക്കേറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട, ആത്മീയമായി വളരുവാൻ നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നാവിൻ്റെ നിയന്ത്രണം. പ്രിയമുള്ളവരെ, ഉപവസിക്കുകയും നോമ്പെടുക്കുകയും പ്രാർത്ഥിക്കുകയും കുരിശിൻ്റെ വഴി ചൊല്ലുകയും ഒക്കെ ചെയ്തതിന് ശേഷം ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും രുചിയിൽ നിന്ന് മാറ്റിവെക്കുവാനും ഒക്കെ നമ്മൾ ഉപയോഗിച്ച നാവിനെ കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും വൃഥാവിലായി പോവുകയാണ്. ഒരു വസ്ത്രം നമ്മൾ അലക്കി വൃത്തിയാക്കി വെയിലത്തിട്ടുണക്കി തേച്ച് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് മാലിന്യം കോരി ഒഴിക്കുന്നത് പോലെയാണ് വളരെ മനോഹരമായി ഉപവാസവും എടുത്ത് പ്രാർത്ഥനയെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ജപങ്ങളൊക്കെ ചെയ്ത് ആത്മാവിനെ ശുദ്ധീകരിച്ചതിന് ശേഷം നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ ആത്മാവിനെ അശുദ്ധമാക്കുന്നത്. ഈശോയുടെ ഒരു വചനം ഞാൻ പറയാം, അത് ഈശോ തന്നെ പറഞ്ഞതാണ്, അങ്ങനെ ചെയ്യുമ്പോൾ അശുദ്ധമാകുമെന്ന്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം യേശു പറയുന്നു, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് പറയാൻ, നമ്മുടെ എത്ര തേച്ച് മിനുക്കി നമ്മുടെ ആത്മാവിനെ നമ്മൾ ഉപവസിച്ച് മനോഹരമാക്കി എടുത്തിട്ട് അവസാനം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിമിത്തം ആ ആത്മാവിനെ അശുദ്ധമാക്കി കളയുവാൻ നമ്മൾ പരിശ്രമിക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടം, ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് ആത്മീയ പരിശീലനത്തിൻ്റെ ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് നോമ്പ് കാലഘട്ടം വളരെ ശ്രദ്ധയോടെ വാക്കുകൾ ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ നാവിനെ നിയന്ത്രിക്കുവാനുള്ള പരിശീലനം നടത്തുവാൻ ഏറ്റവും സഹായകരമായ കാലഘട്ടമാണ്. അതിൻ്റെ ഒരു പ്രത്യേക നന്മയെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാവരും തന്നെ ഏതാണ്ട് ആത്മീയ പരിശീലനത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നൊരു സമയമാണ് നോമ്പ് കാലം എന്നതുകൊണ്ട് നമുക്ക് നാവിൻ്റെ പരിശീലനം വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ പറ്റും. സാധാരണ മറ്റു ചില കാലഘട്ടങ്ങളിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവരാരും ഈ ഒരു ഉണർവിലല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ നാവിനെ അടക്കുമ്പോൾ നാവിനെ അടക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ നയിക്കുവാനും സ്വാധീനിക്കുവാനും വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ സാധിക്കും. എന്നാൽ ഇതങ്ങനല്ല. ഇത് ഈ കാലഘട്ടം വളരെ അനുയോജ്യമാണ് ഇത് പരിശീലിക്കാൻ. കുടുംബം മൊത്തം പരിശീലിച്ചാൽ മൊത്തം വിശദീകരിക്കപ്പെടും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഭക്ഷണ കാര്യത്തിൽ എടുക്കുന്നത് പോലൊരു തീരുമാനം നമ്മളെല്ലാവരും എടുക്കണം. നാവിനെ നമുക്ക് നിയന്ത്രിക്കാം. സംസാരം കുറയ്ക്കുന്നത് നല്ലതാണ്, സംസാരിക്കാതിരിക്കണം എന്നുള്ളതല്ല, എങ്ങനെ സംസാരിക്കണം എന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. എന്നാലും സംസാരം കുറയ്ക്കുന്നതാണ് ആദ്യത്തെ പടി. അതിനുശേഷം നല്ലത് സംസാരിക്കാൻ തുടങ്ങുക. എങ്ങനെ? കർത്താവിന്റെ വചനം പറയാണ്, സുഭാഷിതങ്ങൾ 10:19, വാക്കുകളേറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു, വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. അപ്പോൾ നാവടക്കം എന്ന് പറയുന്നൊരു പുണ്യത്തെക്കുറിച്ച് സുഭാഷിതങ്ങൾ പറയാം. നാവിനെ അടക്കി നിർത്തുന്ന ഒരു പുണ്യം. വാക്കുകളേറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു, വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. അപ്പോൾ ഏറെ വാക്കുകൾ പറയാതിരിക്കുവാനുള്ള ഒരു പരിശീലനം നമ്മൾ നടത്തുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാക്കി ഇതിനെ നമുക്ക് മാറ്റാം. സുഭാഷിതങ്ങളിൽ തന്നെ 17-ാം അധ്യായം 27-28 വാക്യങ്ങൾ ഇങ്ങനെയാണ്, വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്, പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ. മൗനം ഭജിക്കുന്ന മൂഢൻ പോലും ജ്ഞാനി എന്ന് കരുതപ്പെടുന്നു, അവൻ വായ് പൂട്ടിയിരുന്നാൽ ബുദ്ധിമാനെന്ന് ഗണിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അഥവാ ഒരു ചെറിയ സംശയമുണ്ടെന്ന് വിചാരിക്കുക, നാട്ടുകാരൊക്കെ നമ്മളെ ഒരു മണ്ടനായി കരുതുന്നുണ്ട് എന്നൊരു ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗത, മടയന് പോലും ബുദ്ധിമാനെന്ന പരിഗണന ലഭിക്കുന്നൊരു സൂത്രം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരികയാണ്. അധികം സംസാരിക്കാതിരിക്കുക, മൗനിയായി ഇരിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തുകൊണ്ട് ആളുകളുടെ മധ്യത്തിൽ വ്യാപരിക്കുമ്പോൾ ആളുകൾ നമ്മളെക്കുറിച്ച് ഒരു ജ്ഞാനിയാണെന്ന ധാരണയിലെത്തുമെന്ന് വചനം തന്നെ പറയുന്നു. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്
ഈ കർത്താവിൻ്റെ ശക്തമായ വചനങ്ങളെല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്നത് വാക്കുകളെ അടക്കുന്നത് മൂലമുണ്ടാകുന്ന നന്മകളാണ്. 1 പത്രോസ് 3:10 കർത്താവിൻ്റെ വചനം പറയുകയാണ്, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. ജീവിതത്തെ സ്നേഹിക്കാത്ത ആരാ ഉള്ളത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ? നല്ല ദിവസങ്ങൾ കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ആരാണുള്ളത്? എന്നാൽ പിടിച്ചോ, വചനം പറയുകയാണ്, തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെയും നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം വ്യക്തമായി നമുക്ക് തരുന്ന ഈ മുന്നറിയിപ്പ് നമ്മൾ സ്വീകരിക്കണം. നോമ്പ് കാലത്തെ പ്രാർത്ഥനകളിൽ ഒന്നാണല്ലോ നല്ല ദിനങ്ങൾ വരട്ടെ. എൻ്റെ പ്രാർത്ഥനയും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവും എല്ലാമായി എനിക്ക് നല്ല ദിനങ്ങൾ വരട്ടെ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വചനം പറയുകയാണ്, തിന്മയിൽ നിന്ന് നാവിനെ സൂക്ഷിക്കണം, വ്യാജം പറയുന്നതിൽ നിന്ന്. ഇപ്പം ചിലർക്കൊക്കെ ഞാൻ വ്യാജം പറയുന്നില്ല എന്ന് ചിന്ത വരും. നമ്മൾ സാധാരണ പറയുന്നൊരു വ്യാജം അഥവാ കള്ള സാക്ഷ്യം അഥവാ തിന്മ, അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും വ്യക്തി ചെയ്തതായ ഒരു പാപത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേൾക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾ കണ്ടുവോ? ഇല്ല. ആ പറയുന്ന വ്യക്തി നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞാലും അത് സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. നമ്മൾ നേരിട്ട് കാണാത്ത ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ സാധ്യതയുണ്ട്, സാധ്യതയില്ല. സാധ്യതയില്ലാതിരിക്കുവാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം തിന്മയുടെ ആരോപണങ്ങളെ, അത്തരം പാപപ്രവൃത്തികളെ അവർ പറയുന്നത് കേട്ട് നമ്മൾ ഏറ്റെടുക്കുകയും നമുക്ക് കൃത്യമായ ബോധ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് വ്യാജമാണ്. വ്യാജത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താൻ സാധിക്കും. മറ്റുള്ളവർ ചെയ്യുന്ന തിന്മ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ പേരാണ് പരദൂഷണം. മറ്റൊരാളെക്കുറിച്ച് നമ്മൾ ദൂഷണം പറയുക, അതൊരു പാപമാണ്, അതൊരു തിന്മയാണ്. മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ പറയാൻ പാടില്ല, അതൊരു തിന്മയാണ്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, മറ്റുള്ളവർ വിധിക്കുന്നതൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോട് ക്ഷമിക്കപ്പെടും. കർത്താവിൻ്റെ വചനം വ്യക്തമാണ്. ആരെങ്കിലും ചെയ്ത പാപം നിങ്ങൾക്ക് മറ്റുള്ളവരോട് വിളിച്ചു പറയാമെന്ന് ഒരിടത്തും പറയുന്നില്ല ബൈബിൾ, ഒരിടത്തും പറയുന്നില്ല. പക്ഷേ ബൈബിൾ പറയാണ്, നിങ്ങൾ വിധിക്കരുത്. വിധിക്കരുതെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്ത പാപം ശിക്ഷാർഹമാണെന്നും അതങ്ങനത്തെ ഒരു പാപമാണ് അയാൾ ചെയ്തതെന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഇത് യേശുക്രിസ്തുവിൻ്റെ വാക്യങ്ങളാണ്. കർത്താവ് പറയാണ്, നിങ്ങളും വിധിക്കപ്പെടത്തില്ല. നമ്മൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് തരുന്ന ഒരു വലിയ സൂത്രമാണ്, നിങ്ങൾ വിധിക്കരുത്. നോമ്പ് കാലത്ത് ഒരു തീരുമാനമെടുക്കണം, ഞാൻ വിധിക്കില്ല. വീണ്ടും കുറ്റാരോപണം നടത്തരുത്. കുറ്റാരോപണം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഇന്നത്തെ സംസ്കാരം തന്നെ അതാണ്. സ്വന്തമായി നേരിട്ട് കാണാത്തൊരു കാര്യം ആരെങ്കിലും പറയുന്നത് കേട്ട് മറ്റൊരാളുടെ മേൽ ആരോപിക്കുക, അയാൾ ചെയ്തു എന്ന് പറയുക. തെളിയിക്കപ്പെടുന്നതിന് മുൻപ്, നമുക്ക് തെളിവ് ലഭിക്കുന്നതിന് മുൻപ് നമ്മൾ നടത്തുന്ന സകല വാക്പ്രഹരങ്ങളും കുറ്റാരോപണമാണ്. അങ്ങനെയാണ് പറയുക, ആരോപണമാണ്. തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് അഥവാ നമുക്ക് തെളിവ് കിട്ടുന്നതിന് മുമ്പ്. അപ്പോൾ അത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ അത് കുറ്റാരോപണമാണ്. അപ്പോൾ നമ്മുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടാതിരിക്കാൻ നമ്മൾ കുറ്റം ആരോപിക്കരുത്. യേശുവിൻ്റെ വചനമാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ക്ഷമിക്കുവിൻ, നിങ്ങളോട് ക്ഷമിക്കപ്പെടും. മറ്റൊരാൾ കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ഉള്ളിൽ തികട്ടി വരുന്നത് എന്താണ്? ക്ഷോഭമുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്ന് വ്യക്തമാക്കാമോ? യേശുക്രിസ്തുവിൻ്റെ വചനം ഒരാൾ തിരസ്കരിച്ചു എന്നതുകൊണ്ടാണെങ്കിൽ യേശുക്രിസ്തു പറയുന്ന മാർഗങ്ങളിലൂടെ വേണം അതിനോട് പ്രതികരിക്കാൻ. കർത്താവ് പറയുന്നത് നിങ്ങൾ വിധിക്കരുത്, കുറ്റാരോപണം നടത്തരുത്, ഇതൊക്കെ കർത്താവ് പറയുക. അതൊന്നും സ്വീകരിക്കുന്നില്ല. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്ക് ഒരാൾ ലംഘിച്ചു എന്നും പറഞ്ഞിങ്ങനെ ഭയങ്കരമായി ദേഷ്യപ്പെടുക. ആ ദേഷ്യത്തിൻ്റെ പേരാണ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. അയാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കുറ്റാരോപിതനായി കേട്ടൊരാളെക്കുറിച്ച്
നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്ത് കേൾക്കുന്ന സകല പരദൂഷണങ്ങളിലും കുറ്റാരോപിതരുടെ മേലാണ് പരദൂഷണങ്ങൾ ഉണ്ടാവുക. ആ പരദൂഷണങ്ങൾ കേൾക്കുന്ന മനുഷ്യരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ നമ്മളിൽ തിളച്ചു വരുന്നത് അവരോടുള്ള വിരോധമാണോ? കർത്താവ് പറയാണ്, നിങ്ങൾ അവരോട് ക്ഷമിക്കുക, നിങ്ങളോട് ക്ഷമിക്കപ്പെടും. നിങ്ങൾ അവരെക്കുറിച്ച് കുറ്റം ആരോപിക്കരുത്, നിങ്ങളുടെ മേലും ആരോപിക്കപ്പെടത്തില്ല. ഇത് പുണ്യവാന്മാർ ചെയ്യണമെന്ന് കർത്താവ് പറയുന്ന, നമ്മൾ ഓരോരുത്തരും പുണ്യത്തിൽ വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ കർത്താവിൻ്റെ വചനം പറയുക, ഈശോയുടെ വചനം അനുസരിക്കണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വചനമാണ്. ലോകത്തിലുള്ള ആൾക്കാർക്ക് പുണ്യത്തെ തന്നെ എങ്ങനെ വേണമെങ്കിലും വികൃതമായി വ്യാഖ്യാനിക്കാം. എന്നാൽ യേശുവിൻ്റെ മക്കൾ പിന്തുടരണമെന്ന് കർത്താവ് പറയുന്ന, യേശുവിനെ പ്രതിയാണ് തിന്മയോട് നമുക്ക് ദേഷ്യമുണ്ടാകുന്നതെങ്കിൽ, തിന്മ ചെയ്യുന്ന മേഖലകളോട് നമുക്ക് ദേഷ്യമുണ്ടാകുന്നതിൽ കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങളുടെ മനോഭാവം ഇതായിരിക്കണം. ഇനി തിന്മയെ തോൽപ്പിക്കാൻ നമുക്ക് കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മാർഗങ്ങളെല്ലാം. കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത് തിന്മയെ നീക്കം ചെയ്യുവാനായി മധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്നാണ്. അതാണ് യേശു പറഞ്ഞു തന്ന ഒരേ ഒരു മാർഗം. വചനം പ്രസംഗിക്കണമെന്നാണ്. അതാണ് യേശു പറഞ്ഞ ഒരേ ഒരു മാർഗം. വചനം പ്രസംഗിക്കണം, മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ഈ മാർഗമാണ് കർത്താവ് പറഞ്ഞു തന്നത് തിന്മയെ നീക്കം ചെയ്യാൻ. അല്ലാതെ വ്യക്തികൾക്കെതിരെ ആരോപണങ്ങൾ നടത്തുന്നതും വ്യക്തികൾക്കെതിരെ കുറ്റാരോപണം നടത്തുന്നതും അവരെക്കുറിച്ച് വിധി പ്രസ്താവിക്കുന്നതും ഒന്നും ദൈവം അനുവദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭാഷണം നമ്മൾ നടത്തരുത് എന്ന് തന്നെയാണ് കർത്താവിൻ്റെ വാക്കുകൾ പറയുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ ഇത്തരം സംഭാഷണങ്ങൾ കടന്നു വന്ന് നമ്മുടെ കുട്ടികൾ അതൊക്കെ കേൾക്കുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഇതിനെക്കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൽ നമ്മുടെ നാവിനെ മാറ്റണം. അല്ലെങ്കിൽ കർത്താവ് പറയാണ്, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല ദിവസങ്ങൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ മാർപ്പാപ്പ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നമ്മളോട് പറയുകയാണ്, തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിൻ്റെ അധരത്തെയും നീ നിയന്ത്രിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് സത്യം അറിയാമെങ്കിൽ, പിന്നെ നമ്മളിത് സത്യം അറിയാമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ടല്ലോ. അതൊക്കെ പറയേണ്ട കാര്യങ്ങൾ, അതിൻ്റേതായിട്ടുള്ള സത്യമാണ് അറിയുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. ഞാൻ വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശാലോം പ്രസിദ്ധീകരിച്ച മനോഹരമായൊരു പുസ്തകമുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചവർ എന്ന പുസ്തകം. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കഥയാണ്, ഒരു സംഭവമാണ്. വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിൽ അന്തോനീസിൻ്റെ സ്വന്തം പിതാവ്, അദ്ദേഹത്തിൻ്റെ മേൽ ഒരു വലിയ കൊലക്കുറ്റം ആരോപിക്കപ്പെടുകയാണ്. ഒരാൾ കൊല്ലപ്പെട്ടു, അത് വിശുദ്ധ അന്തോനീസിൻ്റെ പിതാവാണ് കൊന്നതെന്ന് പറയുന്നു. വിശുദ്ധ അന്തോനീസ് അനേകം കിലോമീറ്ററുകൾ അകലെയാണ് ആ സമയത്ത് ആയിരിക്കുന്നത്. അന്തോനീസിൻ്റെ പിതാവിന് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ ലഭിക്കാൻ പോവുകയാണ്. ജഡ്ജിയും കൂട്ടരും ഇങ്ങനെ നിൽക്കുമ്പോൾ അറിയപ്പെടുന്ന വിശുദ്ധനും അത്ഭുത പ്രവർത്തകനുമൊക്കെയായ അന്തോനീസ് അത്ഭുതകരമായി ആ കുറ്റകൃത്യം അതിനെക്കുറിച്ചുള്ള വിചാരണ നടക്കുന്നിടത്ത് എത്തിച്ചേരുകയും ജഡ്ജിയോട് അന്തോനീസ് പറയുകയാണ്, എൻ്റെ അപ്പനല്ല കൊലപാതകി. അപ്പോൾ ജഡ്ജിക്ക് ഇതിന് തെളിവ് വേണമെന്നായി. വിശുദ്ധ അന്തോനീസ് പറഞ്ഞു, എനിക്ക് ഒരൊറ്റ തെളിവ് തരാൻ പറ്റത്തുള്ളൂ. മരിച്ചുപോയ ആളെ എഴുന്നേൽപ്പിച്ചിട്ട് എൻ്റെ അപ്പനാണോ കൊന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അദ്ദേഹം അത് നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞു. അത്ഭുത പ്രവർത്തകനാണെന്ന് അറിയാവുന്നത് കൊണ്ടും വലിയ പേര് കേട്ട വ്യക്തിയായതുകൊണ്ടും ജഡ്ജിക്ക് അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. അദ്ദേഹം അത് അനുവദിച്ചു. അങ്ങനെ ശവകുടീരത്തിൽ ചെല്ലുന്നു. അത് തുറന്ന് ശവശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നു. വിശുദ്ധ അന്തോനീസ് കൈകൾ കൊണ്ട് തൊട്ട് ശരീരത്തെ എഴുന്നേൽപ്പിക്കുകയാണ്. യേശുക്രിസ്തു ചെയ്തതുപോലെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന വലിയൊരു അത്ഭുതം. ഈ മരിച്ചയാൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് അയാൾ അന്തോനീസിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. അന്തോനീസ് ചോദിച്ചു, എൻ്റെ അപ്പൻ പേര് പറഞ്ഞിട്ട് ചോദിച്ചു, അദ്ദേഹമാണോ നിന്നെ കൊന്നതെന്ന് പറയുക. അപ്പോൾ കൊല്ലപ്പെട്ട മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റിരുന്നിട്ട് പറയുകയാണ്, അദ്ദേഹമല്ല എന്നെ കൊന്നത്. അതിനുശേഷം അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം തിരിച്ച് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ട് വീണ്ടും തുടർന്ന് ജീവിക്കാതെ അദ്ദേഹം മരിക്കുകയാണ്. എന്നാൽ ഇതിനുശേഷം പെട്ടെന്ന് ജഡ്ജിയൊക്കെ ഇത് കണ്ട് അത്ഭുതമൊക്കെ കണ്ട് സ്തബ്ധനായി നിന്നിട്ട് തിരിച്ച് കോടതിയിലെത്തിയപ്പോഴാണ് ജഡ്ജിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മണ്ടത്തരം പറ്റിയത് ജഡ്ജി അറിയുന്നത്. ജഡ്ജി അന്തോനീസിനോട് പറഞ്ഞു, അല്ല, നമ്മൾ ഇദ്ദേഹമാണ് അല്ല കൊന്നതെന്ന് മാത്രമല്ലേ പുള്ളി പറഞ്ഞുള്ളൂ, ആരാണ് കൊന്നതെന്ന് അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് പറയിക്കാമായിരുന്നില്ലേ എന്ന് അന്തോനീസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അന്തോനീസ് മറുപടി പറഞ്ഞു, ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, കുറ്റവാളികളെ ചൂണ്ടിക്കാണിക്കുവാനല്ല ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഇവിടെ വന്നത്, ഒരു കുറ്റവാളിയെ കുറ്റം ആരോപിക്കപ്പെട്ട ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്.
വിശുദ്ധ അന്തോനീസിന് അറിയാം ആരാണ് യഥാർത്ഥത്തിൽ കൊലപാതകം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുള്ള ജ്ഞാനമുണ്ട്. ഈ അത്ഭുത പ്രവൃത്തി നടക്കുന്ന സമയത്ത് അയാളെ കൊണ്ട് പറയിക്കാം യഥാർത്ഥത്തിൽ ആരാണ് ചെയ്തതെന്ന്. ഇതൊക്കെ ലോകം പറയുന്ന വേണമെങ്കിൽ ചെയ്യാവുന്നൊരു നീതിയാണ്, അല്ലെ? ആരാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിച്ച് അവനെ പിടിക്കുക, ശിക്ഷിക്കുക. പക്ഷേ ദൈവിക ജ്ഞാനത്തിൽ അന്തോനീസ് നിശബ്ദനാവുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ ദൈവിക നിയമങ്ങളിൽ ചിലപ്പോൾ ചില കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ദൈവശാസ്ത്രമുണ്ട്. അത് ചെയ്യേണ്ട സമയങ്ങളുണ്ട്, കുറ്റവാളിയെ കാണിക്കേണ്ട സമയങ്ങളുണ്ട്, ഒരുപക്ഷെ ചില കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട സമയങ്ങളുണ്ട്. ഇതൊക്കെ പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ കുറ്റവാളികൾ ആണെന്ന് വ്യക്തമല്ലാത്ത ആളുകളെക്കുറിച്ച് കുറ്റമാരോപണം നടത്തുക, നാട്ടിലുള്ള സകല മനുഷ്യരുടെയും കുറ്റങ്ങൾ വീട്ടിലിരുന്ന് ചർച്ച ചെയ്യുക, അവരതൊക്കെ ചെയ്തു എന്ന് പറയുക, ഇതൊന്നും ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മറ്റുള്ളവർ ചെയ്ത പാപപ്രവൃത്തികൾ അതൊക്കെ നമ്മൾ വർണ്ണിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ നോമ്പ് കാലത്ത് നമുക്ക് പരിശീലിച്ച് തുടങ്ങണം, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. പ്രിയമുള്ളവരെ, എങ്ങനെ സംസാരിക്കണം എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരുന്നുണ്ട്. കൊളോസോസ് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയാം, നിങ്ങളുടെ സംസാരം കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കണം. ആരെങ്കിലും കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് കരുണ വരണം. കരുണ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമ നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, പരിഗണനയുള്ള വാക്കുകളാണ് കരുണയുള്ള വാക്കുകൾ. അപ്പോൾ ആരെങ്കിലും കുറിച്ച് നമ്മൾ നമ്മുടെ വാക്കുകൾ അവരെക്കുറിച്ച് കരുണാമസൃണമായ വാക്കുകൾ പുറത്തു വരണം. കർത്താവ് പറയാ, ഹൃദ്യമായ വാക്കുകൾ പുറത്തു വരണം. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ അറിയണം. ദൈവത്തിൻ്റെ വചനമാണ്. എഫെസോസ് 4:29 പറയാണ്, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. വീണ്ടും പറയാണ് എങ്ങനെ സംസാരിക്കണം. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. ഹല്ലേലൂയ. സന്ദർഭമനുസരിച്ച് നല്ല കാര്യങ്ങൾ, കേൾക്കുന്നവരുടെ ആത്മീയ ഉന്നതിക്കുതകുന്ന വിധത്തിൽ സന്ദർഭമനുസരിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കുവിൻ. നമ്മുടെ നാവിൽ നിന്ന്, നമ്മുടെ അധരത്തിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ വരരുത്. ഈശോ പറയും എങ്ങനെ സംസാരിക്കണം. കരുണാമസൃണമായി സംസാരിക്കണം. മറ്റുള്ളവരുടെ ആത്മീയ ഉന്നതിക്കുതകുന്ന വിധത്തിൽ നല്ല വാക്കുകൾ പറയണം. ഇത് കർത്താവിൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ്, ഇൻസ്ട്രക്ഷൻസാണ്. ലോകത്തിൽ നിങ്ങളെ ഒരുപാട് പേര്, കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സഞ്ചരിക്കുവാനും ജീവിക്കുവാനും ഒക്കെ ഭാഗം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മലയാളികളുടെ സ്വഭാവം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പരിചയമുള്ളവർക്കറിയാം. ചില സ്ഥലങ്ങളിൽ ആളുകൾ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുന്ന, ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ വിജയങ്ങളും നന്മകളും ഒക്കെ പറയുന്ന സ്വഭാവമുള്ള ചില ഗ്രാമങ്ങളുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഹൃദ്യത അനുഭവപ്പെടും. ആരെങ്കിലും കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അയാൾ പഠിച്ച് ജയിച്ചു, അയാൾ നന്നായിട്ട് വന്നു, അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെയായിരിക്കും പറയുക. അവരുടെ സംഭാഷണത്തിൽ കൂടുതലും മറ്റുള്ളവരുടെ നന്മകളായിരിക്കും സംസാരിക്കുക. അങ്ങനെ സ്വന്തം വീട്ടിലുള്ള ആളുകളുടെ നന്മകളും പുറത്തുള്ള ആളുകളുടെ നന്മകളും എല്ലാം ഒരേ പ്രാധാന്യത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കുന്ന സംസ്കാരമുള്ള ഗ്രാമങ്ങളുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആയിരുന്നിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പരദൂഷണപ്രിയരായ ആളുകൾ ജീവിക്കുന്ന ഗ്രാമങ്ങളുണ്ട്. ചില ഗ്രാമങ്ങൾക്ക് തന്നെ സ്വഭാവ വ്യത്യാസമാണ്. നമ്മൾ അവിടെ ചെന്ന് ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ കുറ്റം പറയും, ഇവരുടെ കുറ്റം പറയും, അപ്പുറത്തെ കുറ്റം പറയും, അവർ ശരിയല്ലെന്ന് പറയും. ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കണം. ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കർത്താവിനോടുള്ള തീക്ഷ്ണതയെ പ്രതി ജ്വലിച്ചാൽ പറയുന്നത് തോന്നും. അങ്ങനെ ആ സ്ഥലത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ രസമായിരിക്കും. ദൈവനാമത്തെ പ്രതി, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തെ പ്രതി പരദൂഷണം പറയുന്ന ആളുകളുടെ ഒരു ബഹളമായിരിക്കും അവിടെ. വിശുദ്ധ പരദൂഷണങ്ങൾ കേട്ട് നമ്മുടെ കാതുകൾ മരവിക്കും. നമ്മൾ ഇങ്ങനത്തെ ഗ്രാമങ്ങളുണ്ട് കേരളത്തിൽ. ചിലപ്പോൾ ആരെക്കുറിച്ച് ഒന്നും പറയാത്ത സ്ഥലങ്ങളുണ്ട്. അവർ വേറെ ഒന്നും പറയത്തില്ല. അവർ വല്ല ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ അങ്ങനെയൊക്കെയുള്ള മാത്രം. അവർ കുറച്ചുകൂടെ നല്ലവരാണ് മറ്റ് ഈ പരദൂഷണം പറയുന്നവരേക്കാൾ, അല്ലേ? അവർ ഈ നാട്ടുകാരുടെ ഒരു കാര്യവും പറയത്തില്ല. ചില ചെറുപ്പക്കാരൊക്കെ അങ്ങനെ തന്നെ. അവർ വല്ല ക്രിക്കറ്റ് കളി പറയും, സിനിമാ നടന്മാരെ കുറിച്ച് പറയും, സിനിമയെക്കുറിച്ച് പറയും, പെർഫോമൻസിനെ കുറിച്ച് പറയും, ഫൈറ്റിങ്ങിനെ കുറിച്ച് പറയും, രസകരമായിട്ടുള്ള അവരുടെ മോട്ടോർ ബൈക്ക് റേസിനെ കുറിച്ച് പറയും.
അവരൊക്കെ മറ്റ് തിന്മ, യേശുവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ തിന്മ പറഞ്ഞു നടക്കുന്നവരെക്കാളും നല്ലതാണ്. ശരിയല്ലേ? പ്രിയമുള്ളവരെ, ഏതാണ് നമ്മൾ സ്വീകരിക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്ന നന്മയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രധാന നന്മ ഞാൻ പറയാം. ഒരു തീരുമാനമെടുക്കണം. നമ്മൾ ഒരു ദിവസം ഞാൻ ഒരാളെക്കുറിച്ചെങ്കിലും അയാളുടെ നന്മ അയാളോട് പറയും. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ നന്മ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടോ? നിൻ്റെ ഈ ഒരു സ്വഭാവം എനിക്കിഷ്ടമാണ്, ഒന്ന് പറഞ്ഞു നോക്കാമോ? നീ ഇടുന്ന ആ വസ്ത്രം നല്ലതാണ്, പറഞ്ഞു നോക്കാമോ? അങ്ങനെ പറയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ കേൾക്കുന്നവരുണ്ടാകാം. കുടുംബത്തിലുള്ളവരോട് നിനക്ക് ഇങ്ങനെ ഒരു നന്മയുണ്ട് എന്നൊന്ന് പറഞ്ഞു നോക്കാമോ? എന്നിട്ട് ആ കേൾക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കാമോ? ആ മുഖത്ത് വിടരുന്ന സന്തോഷം, ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു ആഹ്ലാദം, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനഃപൂർവ്വം പറഞ്ഞു നോക്കിക്കേ. ഒരു നന്മ, ഉള്ള നന്മ പറയണം, കള്ളം പറയരുത്. മോശമായിട്ടുള്ള ഒരു കാര്യവും പറയരുത്. നമുക്ക് എല്ലാ വ്യക്തികളിലും നന്മ കാണാൻ പറ്റില്ലേ? എല്ലാ വ്യക്തികളിലും നന്മയുണ്ട്. ഒരു വിശുദ്ധനെക്കുറിച്ച് കേട്ടിട്ടുള്ളൊരു കഥ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ വിശുദ്ധൻ ആരുടെയും തിന്മ പറയില്ല, ഒരു മനുഷ്യൻ്റെ തിന്മ പറയില്ല. അങ്ങനെ കൂടെയുള്ള വിശുദ്ധരായ മറ്റ് സഹവൈദികർക്ക്, സന്യാസികൾക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര അതിശയമാണ്. അപ്പോൾ അവർക്കൊരു ചെറിയൊരു കുസൃതി തോന്നി, ഇദ്ദേഹത്തെ കൊണ്ട് ആരെയെങ്കിലും കുറ്റം പറയിക്കണം. ആരെ പറഞ്ഞിട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവരവസാനം ഒരു തീരുമാനമെടുത്തു, നമുക്ക് ഇവനെ കൊണ്ട് പിശാചിനെ 2 ചീത്ത പറയിക്കണം, അങ്ങനെയെങ്കിലും അവൻ ആരുടെയെങ്കിലും ചീത്ത പറഞ്ഞു കേൾക്കട്ടെ. അങ്ങനെ ഇവരെ കൂട്ടത്തിൽ വട്ടം കൂടിയിരുന്നിട്ട് പിശാചിനെ കുറിച്ച് ചീത്ത പറയുകയാണ്. പിശാച് ഇങ്ങനെയാണ്, ശരിയല്ല, അവൻ ചതിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ആയത്, അവനാണല്ലോ എല്ലാവരെയും പ്രലോഭിപ്പിക്കുന്നത്, വ്യഭിചാരമൊക്കെ ചെയ്യിക്കുന്നത് അവനല്ലേ, സകല കാര്യങ്ങളും അവൻ്റെ പ്രശ്നമല്ലേ. അപ്പോൾ നമ്മുടെ വിശുദ്ധൻ ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ട്. എല്ലാവരും ആവേശഭരിതമായി എന്ത് പറയുന്നതെന്ന് അദ്ദേഹത്തോട് പെട്ടെന്ന് ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു മറുപടി പറഞ്ഞെന്നാണ് പറയുന്നത്. പല കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ഒരു കാര്യം സത്യമാണ് കേട്ടോ, അവൻ ഭയങ്കര പരിശ്രമശാലിയാണ്. ഈ കോടാനുകോടി ജനങ്ങളെയും അവൻ്റെ വഴിക്ക് കൊണ്ടുപോകാൻ അവൻ കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, അത് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാകുന്നില്ലേ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ പിശാചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം ഇങ്ങനെ നന്മ പറഞ്ഞു എന്ന് പറയുന്നൊരു കഥയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനെക്കുറിച്ചും നമുക്ക് നന്മ കണ്ടെത്താൻ പറ്റും. അവനിലുള്ള എവിടെയെങ്കിലുമുള്ള വലിയ നന്മയല്ലെങ്കിലും ചെറുതായി കാണുന്നൊരു നന്മയെ ഒന്ന് പ്രശംസിച്ചാൽ. കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? കുട്ടികളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ചെയ്തു നോക്കൂ. അവരെന്തായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, നന്മ പ്രവർത്തികൾ, നല്ല സ്വഭാവങ്ങൾ, അവരങ്ങനെയാണ് എന്ന് നിങ്ങൾ അവരെക്കുറിച്ച് പറയുക. കാരണം കുട്ടികളിൽ എല്ലാവിധത്തിലുള്ള നന്മയും ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ പ്രത്യക്ഷപ്പെടുന്ന നന്മ, അവർ വല്ലപ്പോഴുമൊക്കെ സത്യം പറയും, ചിലപ്പോൾ കള്ളം പറയുന്നവരാണേലും ആ സത്യം പറയുന്ന സമയത്ത് അത് ഉദാഹരണമാക്കി എടുക്കണം. എന്നിട്ട് പറയണം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ സംഭവം പറഞ്ഞിട്ട് അവരെ അഭിനന്ദിക്കണം. അവൻ അന്ന് ഞാൻ സത്യം പറയുന്നു, അവൻ സത്യം പറയൂ. കള്ളം പറഞ്ഞ കാര്യം കേൾക്കാത്ത പോലെ ഇരിക്കണം, മിണ്ടാത്ത പോലെ ഇരിക്കണം, അവർ ചെയ്ത തെറ്റുകൾ അറിയാത്ത പോലെ ഇരിക്കണം. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള നന്മ ചെയ്യുമ്പോൾ അവരാ നന്മ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് അവരെക്കുറിച്ച് പറയണം. മറ്റുള്ളവരോടും വീട്ടിലുമൊക്കെ പറയണം, അവരോടും പറയണം, അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമെന്ന് പറയണം. ഒന്ന് ചെയ്തു നോക്കിക്കേ. ഈ കുട്ടികൾ പതുക്കെ അങ്ങനെ ആകാൻ ശ്രമിക്കും, അവരങ്ങനായി തീരും. ഇത് തന്നെ വലിയ ആൾക്കാർക്കും ഉണ്ടെന്നേ. നമ്മളിലെല്ലാം ഒരു കുട്ടിയുണ്ട്. നമ്മളങ്ങോട്ട് നല്ലതാണെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയാൽ പിന്നെ ചീത്തയാകാൻ നമുക്കൊരു മടിയാകത്തില്ലേ? അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മളെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയും. മറ്റുള്ളവരിൽ നന്മയെ സൃഷ്ടിക്കുന്നവരായി തീരുവാൻ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞ് അവരങ്ങനെയാണെന്ന് അവരെ ധരിപ്പിച്ച് അവരെ നന്മയിലേക്ക് കൊണ്ടുവരൂ. ഈ നോമ്പ് കാലഘട്ടം അതിനുവേണ്ടി നമുക്ക് വലിയ അനുഗ്രഹമായിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഞങ്ങളുടെ നാവിന് അങ്ങ് പൂട്ടും താക്കോലും കൊണ്ട് കർത്താവേ അതിനെ നിയന്ത്രിക്കുവാനുള്ള അഭിഷേകം തന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാനും നല്ലത് പറയുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ പറയുന്ന നന്മ മറ്റുള്ളവരിൽ സൃഷ്ടിക്കപ്പെടട്ടെ. മറ്റുള്ളവരിൽ നന്മ കാണുവാനും അവരുടെ തിന്മയെ സ്നേഹത്താൽ മറച്ചു വെച്ച് അവരെ നന്മ ചെയ്യുന്നവരാക്കി കൊണ്ടുവരും വിധം അവരിലെ നന്മകൾ പ്രകീർത്തിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ പറയുവാൻ കഴിവുള്ള യേശുവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുന്നതായി ഈ നോമ്പുകാലം മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.